എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രകാശ്, ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റാണ്. ഷിഗലോസിസ് ഇത് ഒരു വൈറൽ ഇൻഫെക്ഷൻ അല്ല. ഇപ്പോൾ കേരളയിൽ നോക്കുമ്പോൾ മറ്റേ വയനാട്ടിലും കോഴിക്കോടിലും കുറച്ചുകൂടെ ഒരു വലിയൊരു ഔട്ട് ബ്രേക്ക് ആയിട്ട് കാണുന്ന ഒരു രോഗമാണ്. സോ ഇത് ശരിക്കും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. സോ ഇതിൻ്റെ ട്രാൻസ്മിഷൻ നോക്കുമ്പോൾ ഇതൊരു ഫീക്കോ ഓറൽ റൂട്ടിലൂടെ ട്രാൻസ്മിറ്റ് ആവുന്ന ഒരു രോഗമാണ്. സോ മെയിനായിട്ട് കണ്ടാമിനേറ്റഡ് ഫുഡും വാട്ടറും കൂടിയാണ് പേഷ്യൻറ്റ് കിട്ടുന്നത്. ഇതിൻ്റെ സിംറ്റംസ് എന്ന് നോക്കുമ്പോൾ പേഷ്യൻറ്റ് വയറിളക്കം ഉണ്ടാവും. ഈ വയറിളക്കം നോക്കുമ്പോൾ ബ്ലഡും മ്യൂക്കസും കൂടി മിക്സായിട്ട് പോകുന്ന ഒരു വയറിളക്കം ആയിരിക്കും. അതല്ലാതെ പേഷ്യൻറ്റ് വയറുവേദന ഉണ്ടാവും, പനി ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, നല്ലൊരു ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. സോ ഇത് യൂഷ്വലി നോക്കുമ്പോൾ ഇതിൻ്റെ കോഴ്സ് ഓഫ് ഇൽനെസ് പറയുന്നത് ശരിക്കും ഒരു നോർമൽ ഹെൽത്തി അഡൽട്ട്സിന് അതൊരു സെൽഫ് ലിമിറ്റഡ് ഇൻഫെക്ഷൻ ആയിരിക്കും. സോ 2 ദിവസം മുതൽ 7 ദിവസം വരെ ഉണ്ടാവും. അപ്പോൾ ചിൽഡ്രൻ ആയാലും അല്ല ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാരായാലും അവർക്കെല്ലാം കുറച്ചുകൂടെ ഇതിൻ്റെ സിവിയറിറ്റി കുറച്ച് കൂടാൻ ചാൻസസ് ഉണ്ട്. ഇതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ഇൽനെസ്സും കുറച്ച് കൂടുതലുണ്ടാകാൻ ചാൻസസ് ഉണ്ട്. സോ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയി കാണിക്കണം. സോ ഇത് മോഷൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് അറിയാൻ പറ്റും. അതല്ലാതെ നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മെയിനായിട്ട് ഈ ഗുളിക വാങ്ങിച്ച് കഴിക്കുന്നതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യണം. സോ ചിലപ്പം കുറച്ച് ഗുളികയുണ്ട്. സോ ഫോർ എക്സാമ്പിൾ ലോപ്പറമൈഡ് പറഞ്ഞ ഒരു ഗുളികയുണ്ട്. ആൾക്കാർ അത് വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. സോ ഇതിന് മെയിൻ ട്രീറ്റ്മെൻറ്റ് ഹൈഡ്രേഷനും പ്രോപ്പർ ആൻറ്റിബയോട്ടിക്സും ആണ്. സോ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പ്രോപ്പറായിട്ട് ഒരു ഹൈജീൻ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മതി. സോ പുറത്തുനിന്ന് ഭക്ഷണം, പുറത്തുനിന്ന് വെള്ളം, ജ്യൂസൊക്കെ കുടിക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. എത്ര ദിവസം ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുമെന്ന് പറഞ്ഞാൽ ഈവൻ ഒരു പേഷ്യൻറ്റ് ഈ രോഗം മാറി കഴിഞ്ഞാലും ആ പേഷ്യൻ്റെ മോഷനിൽ എന്തെങ്കിലും ഇത് 1 മാസം മുതൽ 1.5 മാസം വരെ ഇത് അങ്ങനെ ഷെഡായിക്കൊണ്ടിരിക്കാൻ ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് ഈ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്താൽ മതിയാവും. താങ്ക് യു.